എല്ലാവർക്കും ക്രിസ്തയേശുവിൽ എൻ്റെ സ്നേഹവന്ദനം. ഞാൻ നിങ്ങളുടെ ക്യാപ്റ്റൻ സാജൻ ജോൺ. മലയാളത്തിൽ 2 പദപ്രയോഗങ്ങളുണ്ട്. ഒന്ന് അഭികഥനം, 2 അനുകഥനം. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോകുന്ന 2 കാര്യങ്ങളാണ് അഭികഥനവും അനുകഥനവും. ഡയറക്റ്റ് സ്പീച്ച് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്. അഭികഥനം എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് സ്പീച്ചാണ്, അനുകഥനം എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് സ്പീച്ചാണ്. നമ്മൾ ഒരാളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അഭികഥനമാണ്. എന്നാൽ നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നതിനെ മറ്റൊരാളോട് വിവരിക്കുന്നത് അനുകഥനമാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, വേദപുസ്തകത്തിലും ഈ അനുകഥനത്തിന് ഒത്തിരി പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദ്യയിൽ എല്ലായിടത്തും ശമര്യയിലും ലോകത്തിൻ്റെ അറ്റത്തോളം സാക്ഷികളായിരിപ്പിൻ. സാക്ഷികളായിരിപ്പിൻ എന്ന് പറയുന്നത് തന്നെയാണ് അനുകഥനം. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ ഈ അനുകഥനവുമായിട്ട് മുമ്പോട്ട് പോകേണ്ടവരാണ് നമ്മൾ. ദൈവവുമായിട്ട് നമ്മൾ സംസാരിക്കുന്നത്, ദൈവവുമായിട്ട് ഇടപഴകുന്നത്, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് എന്തൊക്കെയാണോ ലഭ്യമാകുന്നത്, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് എന്തൊക്കെയാണോ ദൈവം സാധൂകരിച്ചു തരുന്നത്, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് എന്തൊക്കെയാണോ നേട്ടങ്ങളുണ്ടായത്, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്കുള്ള ആത്മീയവും ഭൗതികവുമായിട്ടുള്ള വളർച്ചകൾ എന്തൊക്കെയാണോ അതൊക്കെ സമൂഹത്തോട് വിളിച്ചു പറയേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. എൻ്റെ ദൈവം എനിക്ക് അനന്യനാണ്, എൻ്റെ ദൈവം എനിക്ക് നന്മ ചെയ്യുന്നവനാണ്, എൻ്റെ ദൈവം എന്നെ കാത്തുപരിപാലിക്കുന്നവനാണ്, എൻ്റെ ദൈവം എന്നെ പൊതിഞ്ഞു സൂക്ഷിക്കുന്നവനാണ്, എൻ്റെ ദൈവം എൻ്റെ കുടുംബത്തിനും എൻ്റെ ജീവിതത്തിനും നടുവിൽ നിലകൊള്ളുന്നവനാണ്. ഇതൊക്കെ നമ്മൾ സാക്ഷീകരിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ എത്ര പേർ ഒരു ദിവസം അനുകഥനം നടത്തുന്നവരാണ്? നമ്മൾ ഒരു ദിവസം 100 കണക്കിന് ആളുകളോട് സംസാരിക്കുന്നവരാണ്, അഭികഥനം നടത്തുന്നവരാണ്, അത് ചെന്ന് മറ്റുള്ളവരോട് പറയുന്നവരാണ്, അനുകഥനം നടത്തുന്നവരുമാണ്. പക്ഷേ ദൈവത്തോട് സംസാരിക്കുന്നത്, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നൽകിയ അനുഗ്രഹങ്ങളെ, ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുദിനം നൽകുന്ന കൃപകളെ, അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ അനുകഥനം നടത്താറുണ്ടോ? മറ്റുള്ളവരോട് ചെന്ന് പറയാറുണ്ടോ? ഇന്നു മുതൽ അതൊന്ന് പ്രാക്ടീസ് ചെയ്യണം. നമ്മുടെ സഹോദരങ്ങൾ നമ്മളോട് പറഞ്ഞ കാര്യം മറ്റുള്ളവരോട് ചെന്ന് പറയാൻ നമുക്ക് ഒത്തിരി താല്പര്യമുണ്ട്. നമ്മളുടെ കൂട്ടുകാർ വിശ്വസിച്ച് മറ്റാരോടും പറയരുതേ, നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഇരിക്കണമേ എന്ന് പറഞ്ഞേൽപ്പിച്ച് ഉള്ളിൽ തരുന്ന കാര്യങ്ങൾ പോലും നമ്മൾ അനുകഥനം നടത്താറുണ്ട്, നമ്മൾ മറ്റുള്ളവരോട് പറയാറുണ്ട്. എന്നാൽ കർത്താവുമായിട്ടുള്ള ബന്ധം എന്തുകൊണ്ട് നമ്മൾ പറയുന്നില്ല? പറയണം ദൈവമക്കളെ. ഒരു സാക്ഷി മറ്റൊരു സാക്ഷിയെ ഉളവാക്കുമെന്നുള്ളത് കൊണ്ട് നമുക്ക് ഈ അനുകഥനം തുടരാം. കർത്താവ് നമുക്ക് ചെയ്ത നന്മകളെക്കുറിച്ച് സാക്ഷീകരിക്കാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളെ കരുണയോടെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹവും ധന്യവുമേറിയ നല്ല പ്രഭാതത്തിനായി സ്തോത്രം. ദൈവമേ, ഞങ്ങൾക്ക് അനുകഥനം നടത്തേണ്ടതിന് സ്വർഗത്തിലെ ദൈവം കൃപ തരണമേ. ഞങ്ങൾ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ഞങ്ങൾക്കുണ്ടായ അനുഗ്രഹങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് സാക്ഷീകരിക്കാൻ കർത്താവെ ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ ദൈവമക്കളെയും അതിനുവേണ്ടി നീ അവിടെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർ ലോകത്തിൻ്റെ അറ്റത്തോളം സാക്ഷികളാകട്ടെ കർത്താവെ. അങ്ങനെ കർത്താവിൻ്റെ നാമം ഈ ദേശമെമ്പാടും പരക്കുവാൻ സ്വർഗം കൃപ ചെയ്യട്ടെ. യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ.